Hello friends, welcome to Nexus Professional Training. I am Anupama Subin. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏരിയ ആൻഡ് വോളിയം ആണ്. അപ്പോൾ അതിലെ കുറച്ച് ബേസിക്സും പ്രോബ്ലംസും ഒക്കെ തന്നെ നമ്മൾ നോക്കി. അപ്പോൾ ഇത് നമ്മൾ പ്രോബ്ലംസിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, ബേസിക്സ് ക്ലാസ്സുകൾ നോക്കുക, ഫോർമുലാസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, ചെയ്യുന്ന പ്രോബ്ലംസും പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്ന സമയത്തും എഴുതിയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. നോക്കൂ, a street of 10 meters surrounds from outside a rectangular garden whose measurement is 200 meter by 180 meter. The area of the path in square meters എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഒരു റെക്ടാങ്കുലർ ഗാർഡൻ ഉണ്ട്. ആ റെക്ടാങ്കുലർ ഗാർഡൻ്റെ മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 200 മീറ്റർ ബൈ 180 മീറ്റർ. 200 മീറ്റർ ലെങ്ത്തും 180 മീറ്റർ വിഡ്ത്തുമുള്ള ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാങ്കുലർ ഗാർഡൻ ഉണ്ട്. ഇതിനെ ചുറ്റിയിട്ട് ഒരു പാത്ത് ഉണ്ട്, റെക്ടാങ്കുലറിൽ തന്നെ ഉള്ള ഒരു പാത്ത് ഉണ്ട്, നടക്കാനുള്ള ഒരു വഴി. ആ ഗാർഡൻ്റെ ചുറ്റും നടക്കാനുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയുടെ വീതി എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 10 മീറ്റർ വീതിയുള്ള ഒരു വഴി ഈ റെക്ടാങ്കുലർ ഗാർഡൻ്റെ ചുറ്റുമുണ്ട്. ഈ വഴിയുടെ ഏരിയ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ വഴിയുടെ ചുറ്റും നടക്കുന്ന വഴിയുടെ വിസ്തീർണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏരിയ. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ ഉള്ളിലുള്ള, അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക. ഉള്ളിലുള്ള റെക്ടാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഉള്ളിലുള്ള ഇതിൻ്റെ റെക്ടാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഈ ഔട്ട് സൈഡിലുള്ള റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ പാത്തിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഈ സൈഡിൽ 10, ഈ സൈഡിൽ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് സൈഡിലുള്ള ലെങ്ത്ത് കിട്ടി. ബ്രെഡ്ത്ത് കിട്ടാനോ ഈ സൈഡിലും ഈ സൈഡിലും 10 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഔട്ട് സൈഡ് കിട്ടി. ഈ രണ്ടിൻ്റെയും ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ആയിരിക്കും നമ്മൾക്ക് ഈ നടക്കാനുള്ള വഴിയുടെ ഏരിയ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ചെയ്യാനുള്ള വഴി അതാണ്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ലെങ്ത്ത് എത്രയാണ്? അപ്പോൾ ലെങ്ത്ത് L = 200 മീറ്റർ ഉണ്ട്, ബ്രെഡ്ത്ത് = 180 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഏതിൻ്റെ? റെക്ടാങ്കുലർ ഗാർഡൻ്റെ ഏരിയ എത്രയാണ്? 200 × 180 മീറ്റർ. 200 മീറ്റർ × 180 മീറ്റർ എത്രയാണ്? 36,000 മീറ്റർ സ്ക്വയർ. 36,000 മീറ്റർ സ്ക്വയർ ആണ് ഈ റെക്ടാങ്കുലർ ഗാർഡൻ്റെ ഏരിയ. മനസ്സിലായോ? ഇനി ഈ ഔട്ട് സൈഡിലുള്ള ഒരു റെക്ടാങ്കിൾ ഉണ്ട്, അതും റെക്ടാങ്കുലർ ഷേപ്പിലാണ് പാത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ലെങ്ത്തും ബ്രെഡ്ത്തും കാണുക? ഈ ലെങ്ത്ത് കാണണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 10 മീറ്ററാണ് വീതി എന്ന് പറയണു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു 10 മീറ്റർ വരും, ഇവിടെയും ഒരു 10 മീറ്റർ വരും. ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ്? 200 മീറ്ററാണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 10 + 200 + 10 എത്ര വരുന്നത്? 220 മീറ്റർ ആയിരിക്കും ലെങ്ത്ത് വരുന്നത്. മനസ്സിലായോ? ബ്രെഡ്ത്ത് എങ്ങനെ എടുക്കുക? ഇത് ഇവിടെയും 10 മീറ്റർ, 10 മീറ്റർ വരും, ഇവിടെയും 10 മീറ്റർ വരും. ടോട്ടൽ ഇവിടുത്തെ ലെങ്ത്ത് എത്രയാണ്? 180 ആണ്. അപ്പോൾ എത്ര ഇവിടെ ബ്രെഡ്ത്ത് വരുന്നത്? 180 + 10 + 10 എത്ര വരുന്നത്? 200 മീറ്റർ. അപ്പോൾ ഔട്ടർ റെക്ടാങ്കിൾ 200 ലെങ്ത്തും 220 ബ്രെഡ്ത്തുമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താ കാണുന്നത്? ഏരിയ ഔട്ടർ എത്ര വരുന്നത്? 220 × 200 എത്രയാണ്? 44,000 മീറ്റർ സ്ക്വയർ. 44,000 മീറ്റർ സ്ക്വയർ ആണ് ഔട്ട് സൈഡ് റെക്ടാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് പാത്ത് എന്താണ്? ഏരിയ ഓഫ് പാത്ത്, നടക്കാനുള്ള വഴിയുടെ പാത്തിൻ്റെ ഏരിയ എത്രയാണ്? ഈ 44,000 - 36,000 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? അപ്പോൾ ഇത് 8,000 മീറ്റർ സ്ക്വയർ. എ ആണ് നമ്മുടെ ആൻസർ. 8,000 മീറ്റർ സ്ക്വയർ ആണ് ഈ നടക്കാനുള്ള വഴിയുടെ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഏരിയ ഓഫ് ഫീൽഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ട്രപ്പീസിയം മെഷേഴ്സ് 1440 മീറ്റർ സ്ക്വയർ. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാരലൽ സൈഡ്സ് ഇസ് 24 സെൻറ്റിമീറ്റർ. ഇഫ് ദ റേഷ്യോ ഓഫ് ദി പാരലൽ സൈഡ്സ് ഈസ് 5:3, ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് പാരലൽ സൈഡ് ഈസ് വാട്ട്? അതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പോൾ എന്താണ്? ഒരു ഫീൽഡ് ഉണ്ട്, അത് ട്രപ്പസോയിഡൽ ഷേപ്പാണ്. ട്രപ്പസോയിഡൽ ഷേപ്പ് എന്താണ്? 2 സൈഡ് പാരലൽ ആയിരിക്കും. 2 സൈഡ്
അൺഈവൺ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ സപ്പോസ് ഇത് രണ്ടെണ്ണമാണ് പാരലൽ സൈഡ് എന്ന് വെക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ, അത് ശരിക്കും പെർപെൻഡിക്കുലർ ആയിട്ടില്ല, ഞാൻ വരച്ചത്. ഇപ്പോൾ പെർപെൻഡിക്കുലർ മിഡിലിൽ വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് തമ്മിലുള്ള ഹൈറ്റ്. മനസ്സിലായോ? അതിൻ്റെ ഏരിയയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പാരലൽ സൈഡിൻ്റെ ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും ഒരുപോലെയുള്ള സൈഡിൽ ഏറ്റവും വലിയ താഴത്തെ നീളം കൂടിയ സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാം? ഏരിയ എത്രയാണെന്ന് തന്നിരിക്കുന്നത് 1440 മീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് എ ട്രപ്പീസോയിഡിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് h ഇൻറ്റു B1 പ്ലസ് B2. ഹാഫ് h ഇൻറ്റു B1 പ്ലസ് B2 ആണ് എന്താ ഈ ട്രപ്പീസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ രണ്ട് പാരലൽ സൈഡാണ്. അപ്പോൾ നമുക്ക് 5:3 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് ദ സൈഡ് എന്താണ്? സൈഡ്സ് ബി 5x ആൻഡ് 3x. ഈ സ്റ്റെപ്പും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റെപ്സ് ഇങ്ങനെ പറഞ്ഞെഴുതണമെന്ന് അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഇത് നമ്മളൊരു കാര്യം പറഞ്ഞു തരുമ്പം അത് ഓരോ സ്റ്റെപ്സും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നും എഴുതി തരുന്നത്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ഫോർമുല മാത്രം നിങ്ങൾ എടുത്താൽ മതി. നിങ്ങളത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏരിയ എഴുതുക. ഹാഫ് h 5x-ഉം 3x-ഉം ആയിട്ട് എടുക്കുക റേഷ്യോ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ 5x + 3x ഡയറക്റ്റ് ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? നമ്മളിതൊരു ക്ലാസ് ആയിട്ട് എടുക്കുന്ന സമയത്താണ് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട്, ഇപ്പോൾ ഓരോ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളല്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അങ്ങനെ ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബേസിക്സും നമുക്ക് തെറോ ആയിട്ട് ഇരിക്കണം. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതെന്താണ്? സൈഡ്സ് 5x-ഉം 3x ആണ് എന്നുള്ളത് നമ്മൾ വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇത് B1-ഉം B2-ഉമാണ് 5x-ഉം 3x-ഉം. പിന്നെ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 1440 ഈക്വൽ ടു ഹാഫ്. h എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 24 ഇൻറ്റു 5x പ്ലസ് 3x. മനസ്സിലായി? അപ്പോൾ എത്രയാണ്? ഇവിടെ 12 വരും. 12 ഇൻറ്റു 5 6 8x ആണ് 1440 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x എന്താണ്? 1440 ബൈ 12 ഇൻറ്റു 8 ബൈ 12 ഇൻറ്റു 8 ആണ്. അപ്പം ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എത്ര കിട്ടുന്നത്? ഇപ്പോൾ നോക്കൂ, ഇത് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ 8 4 2s are 8 ആണ്. അവിടെ 7 2 0 6 3 2s are 6 12 6 360. ഇവിടെ 60 വരും. 4 60ലേക്ക് എത്രയാണ്? 1 4 is 4 20 പറയുന്ന സമയത്ത് 15. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ x ഈക്വൽ ടു എത്ര കിട്ടിയത്? x ഈക്വൽ ടു 15 നമുക്ക് ആൻസർ കിട്ടി. എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 15 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡാണ് ചോദിച്ചിരിക്കുന്നത്. ലോങ്ങസ്റ്റ് എന്താണ്? 5 അല്ലേ? 5:3 ആണ്. അപ്പോൾ അത് രണ്ട് നമുക്ക് ഒന്ന് എത്രയാണ്? ഒരു സൈഡ് എത്രയാണ് നമുക്ക് വരുന്നത്? 5x ആണ് അല്ലേ? 5x ഈക്വൽ ടു 5 ഇൻറ്റു 15. 5 ഇൻറ്റു 15 എത്രയാണ്? 75 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് 3x എന്താണ്? 3 ഇൻറ്റു 15 45 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ഏതാണ്? 75 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് എത്രയാണ് ആൻസർ? 75 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മുടെ ആൻസർ. ഇത് സെൻറ്റിമീറ്ററിലാണ് എഴുതിപ്പോയതാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇപ്പോൾ നോക്കൂ ഈ ക്വസ്റ്റ്യൻ. ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 20% ആൻഡ് ദെൻ ഇറ്റ്സ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 4% ഇൻക്രീസ് ആണോ, ഡിക്രീസ്ഡ് ബൈ 4% ആണോ, ഡിക്രീസ്ഡ് ബൈ 1% ആണോ, റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണോ? ഇതൊരു വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്.
നമ്മളെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ച് അധികം തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു എന്ന് വിചാരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് ഡിക്രീസ് ചെയ്തു, അങ്ങനെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് പെർസെൻറ്റേജിൽ വെച്ചിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയയ്ക്ക് ഉള്ള ഫോർമുല എന്താണോ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണ്. ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എന്താണോ പ്ലസ് ഡിക്രീസ് ചെയ്തിട്ടുള്ളത് എന്താണോ പ്ലസ് ചെയ്യാം. ഇനി പ്ലസ് ഇൻക്രീസ് ഇൻറ്റു ഡിക്രീസ് ബൈ 100, ഇതാണ് അതിൻ്റെ ഫോർമുല. എത്രയാണോ ഇൻക്രീസ് ചെയ്തത് പ്ലസ് എത്രയാണോ ഡിക്രീസ് ചെയ്തത് പ്ലസ് ഇൻക്രീസ് ഇൻറ്റു ഡിക്രീസ് ബൈ 100, ഇതാണ് അതിൻ്റെ ഫോർമുല. മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ലെങ്ത് എത്ര ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? 20% അല്ലേ? അപ്പോൾ പ്ലസ് 20. ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എത്ര ഡിക്രീസ് ചെയ്തത്? ഡിക്രീസ് ചെയ്യുമ്പം അത് മൈനസ് ആണ് അല്ലേ? അപ്പോൾ -20 പ്ലസ് 20 പ്ലസ് -20 എന്നതാണ്, അല്ലെങ്കിൽ +20 -20. ഇനി പ്ലസ് എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? +20 ഇൻറ്റു -20 ബൈ 100. അപ്പോൾ ഇത് +20 -20 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? ഈക്വൽ ടു 20 ഇൻറ്റു 20 പറയുമ്പോൾ -40, 400 -400 ബൈ 100 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരുന്നത്? -4 ആണ്. -4% ആണ് വരുന്നത്. മനസ്സിലായോ? -4% എന്ന് പറയുമ്പോൾ എന്താണ്? ഡിക്രീസ്ഡ് ബൈ 4%. മനസ്സിലായോ? ഡിക്രീസ്ഡ് ബൈ 4%. ഇനി ഇവിടെ പ്ലസ്സാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻക്രീസ്ഡ് ബൈ 4%. മനസ്സിലായോ? അപ്പോൾ ഈ പ്ലസ് മൈനസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത് നോക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ് പ്രോബ്ലമാണ്. ജസ്റ്റ് റിമെമ്പർ ദിസ് ഫോർമുല. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നോക്കൂ, നേരത്തെ ടൈപ്പ് തന്നെയാണ്, വേറൊരു മോഡലാണ് വിചാരിക്കും. വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 30%. ടു മെയിൻറ്റെയിൻ ദ സെയിം ഏരിയ ദി അതർ സൈഡ് വിൽ ഹാവ് ടു ബി ഡിക്രീസ്ഡ് ബൈ എത്ര? അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? വൺ സൈഡ് 30% ഇൻക്രീസ് ചെയ്തു, +30 ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതർ സൈഡ് എത്രയാണ് ഡിക്രീസ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയയ്ക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ സെയിം ഏരിയ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അടുത്ത സൈഡ്, നെക്സ്റ്റ് സൈഡ് എത്രയാണ് ഡിക്രീസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പം അതർ സൈഡ് നമ്മൾ എന്ത് വിചാരിക്കുക? -x ആണ്. X% ആണ് ഡിക്രീസ് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കുക. മനസ്സിലായി? ഇതൊരു X% നമ്മൾ ഇത് ഡിക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് എഫക്റ്റീവ് ഏരിയ, അപ്പം നമുക്ക് വരുന്ന നെറ്റ് എഫക്റ്റീവ് ഏരിയ എത്രയായിരിക്കും? 0 ആയിരിക്കും. വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ 0 ഈക്വൽ ടു ഇൻക്രീസ് എത്രയാണ്? 30 +30 -x +30 ഇൻറ്റു -x ബൈ 100. മനസ്സിലായില്ലേ? എഫക്റ്റീവ് ഏരിയയിൽ ചേഞ്ച് ഒന്നും വരാത്തത് കാരണം അതിന് നമ്മൾ 0 ആയിട്ട് എടുത്തു. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 30 - x -30x ബൈ 100 ഇങ്ങനെ വരും. മനസ്സിലായി? അപ്പോൾ നോക്കൂ, 30x ബൈ 100 ഈക്വൽ ടു 30 - x എന്ന് വരും. മനസ്സിലായോ? ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 30x ഈക്വൽ ടു 31 -100x എന്ന് വരും. ഇനി ഈ 100xനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എത്രയാണ്? 130x ഈക്വൽ ടു 3000. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 3000 ബൈ 130. 30 വരുമ്പോൾ എത്ര വരുന്നത്? 300/13. 300/13 എന്ന് വന്നു. ഇനി ഇത് ആരും കഷ്ടപ്പെട്ട് സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഓപ്ഷനുകളിലേക്ക് പോവുക. മനസ്സിലായോ? 330 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കൂ, 23 വെച്ചിട്ടൊന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണോ ആ ഫ്രാക്ഷൻ വരുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത് രണ്ടെണ്ണം അല്ല, 30ഉം 15ഉം അല്ല, ഈ രണ്ടെണ്ണം നമ്മൾ ക്യാൻസൽ ചെയ്തു. കാരണം /13 പാർഷ്യൽ ഫ്രാക്ഷനിൽ നമുക്ക് വരുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ നോക്കൂ, ഇവിടെ ഫസ്റ്റ് ഇത് രണ്ടെണ്ണത്തിൽ ഏതാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെന്താണ്? 23 × 13.
23 ഇൻറ്റു 30. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെയാണ് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 10 to 20 വരെയുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള ട്രിക്കാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ലെങ്ത് വൈസ് സ്റ്റെപ്പ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം കണ്ടുപഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെയാണ്? 3 3s are 9, 2 3s are 6, 6 + 3 9, 2 താഴെ വന്നു 299. കാരണം ഇത്രയും ആവശ്യമുള്ളൂ. നേരെ മറിച്ച് നിങ്ങളത് ഇങ്ങനെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എത്ര വന്നു? 299 വന്നു. 299 + 1 എത്രയാണ്? 300/13. നമുക്ക് എത്രയാണ്? 300/13 അല്ലേ വന്നത്? അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 23 1/3. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ ഇങ്ങനത്തെ എക്സാമുകൾക്ക് നിങ്ങൾക്ക് അത് ഏറ്റവും എളുപ്പമാക്കി തരാനുള്ള ട്രിക്സുകളാണ് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഓരോ ക്ലാസ്സുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകൾ നോക്കണം, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായും നിങ്ങൾക്കതൊരു എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ടിപ്സ് ആയിരിക്കും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ എഴുതുന്ന സമയത്ത് തന്നെ എഴുതിയെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മോഡൽ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇത് ഇങ്ങനത്തെ ഈ ഒരു 2 സെക്ഷനിലാണ് ഇത് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി എഴുതി വയ്ക്കുക, ഫോർമുല നമ്മൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ ഏരിയ ഓഫ് എ സർക്കിൾ ആൻഡ് സ്ക്വയർ ആർ ഈക്വൽ ദെൻ ദ റേഷ്യോ ഓഫ് ദിയർ പെരിമീറ്റർ ഈസ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഏരിയാസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ ഓഫ് പെരിമീറ്റർ ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, നമുക്ക് ഫോർമുല തരുവാണെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് സർക്കിൾ πr² ആണ്. ഏരിയ ഓഫ് സ്ക്വയർ എത്രയാണ്? a² ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ πr² = a² എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a എന്തായിരുന്നു? a = √πr² ആണ്. അപ്പോൾ എത്ര വരുന്നത്? √π × r ആണ് എന്ത് വരുന്നത്? a എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദെയർ പെരിമീറ്റർ ഓഫ് സർക്കിൾ എത്രയാണ്? 2πr. പെരിമീറ്റർ ഓഫ് സ്ക്വയർ എത്രയാണ്? 4a ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പെരിമീറ്ററിൻ്റെ റേഷ്യോ എന്താണ്? p സർക്കിൾ ബൈ p സ്ക്വയർ ഈക്വൽ ടു എത്ര വരുന്നത്? 2πr ബൈ 4a ആണ്. ഓക്കെ, അപ്പോൾ 2πr/a എന്താണ് വരുന്നത്? √π × r ആണ്. അപ്പോൾ 4 × √π × r ആണ് വരുന്നത്. അപ്പോൾ മനസ്സിലായോ എന്തിനാണ് ഇവിടുന്ന് a കണ്ടുപിടിച്ചതെന്ന്? ഇനി ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വരും, π √π ക്യാൻസൽ ചെയ്തു, ഇവിടെ ഒരു √π വരും, ആറും ക്യാൻസൽ ചെയ്തു. ഇതെങ്ങനെയാണ് √π വന്നതെന്ന് മനസ്സിലായില്ലേ? π എന്ന് പറയുന്നത് എത്രയാണ്? √π × √π ആണ് π എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു റൂട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തപ്പം ഇവിടെ ബാക്കി ഒരു റൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ? √π/2. √π/2 ആണ് ആൻസർ. ഇതൊരു റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ എത്ര വരുന്നത്? √π/2. √π/2. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? ഡി ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ഡയറക്റ്റ് ഈ ഫോർമുല അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ കിട്ടി, അതിനുശേഷം റേഷ്യോസും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇനിയും ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ടൈപ്പായിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് കമൻസിലൂടെ മാത്രമാണ്. ഞങ്ങൾക്കായാലും മുന്നിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ടെല്ലാം ഷെയർ ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡിലുള്ള ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ഇറ്റ്സ് സൈനിങ് ഓഫ് അനുപമ.